സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ആ രക്ഷ ഏതാ? രക്തസ്രവം എന്ന് പറയുന്ന രോഗത്തിൽ നിന്നുള്ള മോചനമാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇങ്ങനെ പലതരം രക്ഷകൾ ബൈബിളിലുണ്ട്. എന്നാൽ അതെല്ലാം കൂടെ ചിന്തിക്കാൻ നമുക്ക് ഇന്ന് രാത്രി സമയമില്ല, അതിന്റെ ആവശ്യവുമില്ല. ഞാനിപ്പോ വായിച്ച വാക്യത്തിൽ പറയുന്ന രക്ഷ ഏതാണെന്ന് ചിന്തിക്കാനാണ് പോകുന്നത്. നമുക്ക് ആ വാക്യം, അതിന്റെ ആദ്യ ഭാഗം ഒന്നുകൂടെ നോക്കാം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇപ്പൊ പറഞ്ഞ വാക്കുകളിൽ തന്നെ ഉണ്ട്, പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. പാപികൾക്കുള്ള രക്ഷയാണ് ഇവിടുത്തെ നമ്മുടെ വിഷയം. ഏതാ പാപികൾക്കുള്ള രക്ഷ? അതായത് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന്, പാപത്തിന്റെ ശമ്പളമായ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനാണ് രക്ഷ എന്ന് പറയും. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. പാപത്തിന്റെ ശമ്പളമായ, പാപത്തിന്റെ ശിക്ഷയായ നരകത്തിൽ നിന്നുള്ള മോചനത്തിനാണ് രക്ഷ എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം പ്രാരംഭമായിട്ട് ഓർപ്പിക്കട്ടെ. ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ? ആണോ? പാപത്തിന്റെ ശമ്പളമായ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണോ നിങ്ങളെല്ലാവരും? വിടുതൽ പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നത്തെ ദൂത് അവർക്ക് ഒരു മാർഗദർശകമായി തീരും. അവര് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നു, രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ വിടുതൽ, അതാണ് രക്ഷ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഞാൻ എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം? അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഒന്ന്, ഞാൻ പാപിയായതുകൊണ്ടും. രണ്ട്, എന്റെ സൽക്കർമ്മങ്ങൾ ഒന്നും എന്നെ രക്ഷിക്കാത്തത് കൊണ്ടും. ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടണം എന്ന് ചോദിച്ചാൽ, ഞാൻ പാപിയായതുകൊണ്ടും എന്റെ സൽക്കർമ്മങ്ങൾ ഒന്നും എന്നെ രക്ഷിക്കാത്തത് കൊണ്ടും ഞാൻ രക്ഷിക്കപ്പെടും. ഞാനിത് പറയുമ്പോ സാധാരണ ഞാൻ ഈ വിഷയം എടുക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാറുള്ളത് ഇവിടെയും പറയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ താമസിക്കുന്നത് പിറവത്താണ്. പിറവം, എറണാകുളം ജില്ലയിലുള്ള പിറവം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എന്നാൽ ഇതിനു മുൻപ് ചില നാളുകൾ കാക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു. പിറവത്തിനും കൂത്താട്ടുകുളത്തിനും ഏകദേശം മധ്യത്തിലായി വരുന്ന സ്ഥലമാണ് കാക്കൂർ. അവിടെ ഞാൻ താമസിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ചേർന്ന് ഒരു ഡെപ്യൂട്ടി തഹസീൽദാര് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സ്കറിയ എന്നാണ്. ഞങ്ങൾ സ്കറിയ സാർ എന്ന് വിളിക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഈ സ്കറിയ സാറിന്റെ അടുത്ത് പോയിരുന്ന് സുവിശേഷം പറയാറുണ്ട്. ചില സമയത്തൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ പോയി സുവിശേഷം പറയാം. അപ്പൊ ഈ സ്കറിയ സാറ് എന്നോട് പറയുന്ന ഒരു കാര്യം, എന്റെ സഹോദര എന്നാ വിളിക്കുന്നത്, എന്റെ സഹോദര, നിങ്ങൾ ഈ രക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞാൽ വല്ല മദ്യപാനികളോടോ വെറിക്കൂത്തുകാരോടോ അടിയുണ്ടാക്കുന്നവരോടോ ഭാര്യയെ തൊഴിക്കുന്നവരോടോ ഒക്കെ പോയി രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും. നിങ്ങൾ ഇത്രയും നാൾ എൻ്റെ വീടിന്റെ അടുത്ത് താമസിച്ചല്ലോ, ഈ വീട്ടിൽ നിന്ന് ഒരു ശബ്ദം പോലും നിങ്ങൾ കേട്ടോ? ഞാൻ എൻ്റെ ഭാര്യയെ വഴക്ക് പറയാറില്ല, എൻ്റെ മക്കളെ അനാവശ്യമായി തല്ലാറില്ല, ഞാൻ ഷാപ്പിൽ പോകാറില്ല, അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കാറില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് ഈ ചുറ്റുപാടും ഒന്ന് അന്വേഷിച്ചോ, ഞാൻ വളരെ മര്യാദയായിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് ആ സാറ് ചോദിച്ചു,
അങ്ങനെയുള്ള ഞാൻ രക്ഷിക്കപ്പെടണോ? ആട്ടെ, എന്റെ കേൾവിക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഈ സ്കറിയ സാറ് രക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഷാജി പാസ്റ്റർ തലയാട്ടുന്നുണ്ട്. രക്ഷിക്കപ്പെടേണ്ട ആവശ്യം ഉണ്ടെന്നാണ് പാസ്റ്റർ പറയുന്നത്. ഞാനൊരു സത്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. സ്കറിയ സാറെന്നല്ല, ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവെങ്കിൽ സകല മനുഷ്യരും എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടും. ഞാനിത് പറയുമ്പോ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഒരാളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നോടുകൂടെ അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തിലേക്കൊന്ന് വന്നേ. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിന്റെ 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിച്ചേ. ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. 22-ാം വാക്യം, അതേ അധ്യായം തന്നെ 22-ാം. അതിന് അവർ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. ഇവിടെ കൊർന്നല്യോസ് എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് നാം വായിച്ചത്. ഏതാണ്ട് സ്കറിയ സാറിനെ പോലെ തന്നെ ഉള്ള ഒരാളാണ് ഈ കൊർന്നല്യോസിനെ കുറിച്ച് അവിടെ 6 ഗുണങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. 1, അദ്ദേഹം ദൈവഭക്തനായിരുന്നു. 2, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. 3, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തിരുന്നു. 4, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. 5, നീതിമാൻ എന്ന പേര് തനിക്കുണ്ടായിരുന്നു. 6, യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായിരുന്നു ഈ കൊർന്നല്യോസ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും ഗുണങ്ങളുള്ള സൽഗുണങ്ങളുള്ള ഈ കൊർന്നല്യോസ് രക്ഷിക്കപ്പെടണോ? പറഞ്ഞേ. ഇത്രയും സൽഗുണങ്ങളുള്ള ഈ കൊർന്നല്യോസ് രക്ഷിക്കപ്പെടണം. നമുക്ക് നോക്കാൻ രക്ഷിക്കപ്പെടണമെന്ന്. മോളെ ആ 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 11-ന്റെ 14. ശീമോനെ വരുത്തുക, നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. നീയും നിന്റെ ഗൃഹം മുഴുവനും എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. ആരോടാ പറയുന്നേ? ഈ 6 ഗുണങ്ങളുള്ള കൊർന്നല്യോസിനോട് പറയുകയാണ്, നീയും നിന്റെ സകല ഗ്രഹവും രക്ഷിക്കപ്പെടണം. അപ്പോൾ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, കൊർന്നല്യോസിന് രക്ഷ ആവശ്യമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുന്ന നിക്കോദേമോസിന് രക്ഷ ആവശ്യമാണെങ്കിൽ, എനിക്കും നിങ്ങൾക്കും രക്ഷ ആവശ്യമാണെങ്കിൽ, സ്കറിയ സാറിനും രക്ഷ ആവശ്യമാണ്. രക്ഷ ആവശ്യമില്ലാത്ത ആരും ഈ ലോകത്തിലില്ല. ഞാന് പണ്ട് ഈ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകനാണ്. മാത്തമാറ്റിക്സ്. ഇന്നും ആരെങ്കിലും മാത്തമാറ്റിക്സിലെ വല്ല സംശയങ്ങളും എന്നോട് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് 1000 നാക്കാവുള്ളേ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ഈ മാത്തമാറ്റിക്സ്, കണക്ക്. അപ്പൊ ഈ മാത്തമാറ്റിക്സിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, 0-ന് വിലയില്ല. നിങ്ങൾ കേട്ട് കാണും, 0-ന് വിലയില്ല. ഞാനൊരു അല്പസമയത്തേക്ക് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 0-ന് വിലയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. 0-ന് വിലയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്ന വിഷയമില്ല.
അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു 1 എഴുതിയിട്ട് 6 പൂജ്യങ്ങൾ ഇട്ടേ. 1 എന്ന സംഖ്യ എഴുതിയിട്ട് അതിന്റെ വലത്തുവശത്ത് 6 പൂജ്യങ്ങൾ ഇടുക. എന്നിട്ടൊന്ന് വായിച്ചേ. 10 ലക്ഷം അല്ലെ? 1ഉം 6 പൂജ്യവും കൂടെ വന്നാൽ 10 ലക്ഷം. ഇനി ഞാൻ പറയട്ടെ, ആ 6 പൂജ്യവും ഈ 10 ലക്ഷത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കേ. ഇനി എത്രയുണ്ട്? 1. പൂജ്യത്തിന് വിലയുണ്ടോ? പൂജ്യത്തിന് വിലയുണ്ടോ? വിലയുണ്ട്. ഈ 1നെ 10 ലക്ഷമാക്കിയത് ഈ 6 പൂജ്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പൂജ്യങ്ങൾക്ക് വിലയുണ്ട്. ഈ 1നെ 10 ലക്ഷമാക്കിയത് 6 പൂജ്യങ്ങളാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ പോവാ. 6 പൂജ്യങ്ങൾ തന്നെ എഴുതിക്കേ. വിലയുണ്ടോ? ഉണ്ടോ ഷാജി പാസ്റ്റർ? 6 പൂജ്യങ്ങൾ തന്നെ എഴുതിയാൽ വിലയുണ്ടോ? വിലയില്ല. എല്ലാവർക്കും എന്താ മനസ്സിലായേ? ഈ പൂജ്യങ്ങൾ തന്നെ നിൽക്കുമ്പോൾ വിലയില്ല. എന്നാൽ ഈ പൂജ്യങ്ങൾ ഒരു സംഖ്യയോടുകൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ആ പൂജ്യങ്ങൾക്കെല്ലാം വിലയുണ്ട്. ഞാൻ എന്തിനാ 6 പൂജ്യം തന്നെ എടുക്കാൻ കാരണം? കൊർന്നല്യോസിൽ 6 സൽഗുണങ്ങളുണ്ട്. എല്ലാവർക്കും പിടി കിട്ടിയോ? കൊർന്നല്യോസിൽ 6 സൽഗുണങ്ങളുണ്ട്. പക്ഷേ ആ സൽഗുണങ്ങളെല്ലാം പൂജ്യം പോലെയാണ്. ഈ സൽഗുണങ്ങൾക്കെല്ലാം വിലയുണ്ടാകണമെങ്കിൽ 1 വരണം. ഏതാ 1? അല്ലെങ്കിൽ ആരാ 1? യേശുക്രിസ്തു. അതിനാണ് 11-ാം അധ്യായം 14-ാം വാക്യം കൂടെ വായിക്കാൻ ഞാൻ പറഞ്ഞത്. എന്താണ് 11-ന്റെ 14 നമ്മൾ വായിച്ചത്? നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടണം. കൊർന്നല്യോസേ, നിന്റെ 6 ഗുണങ്ങളും നല്ല ഗുണങ്ങളാ. പൂജ്യം പോലെ തന്നെ നല്ല ഗുണങ്ങളായി 6 ഗുണങ്ങളും. പക്ഷെ 6 ഗുണങ്ങൾക്കും വിലയുണ്ടാകണമെങ്കിൽ 1 വരണം. രക്ഷിക്കപ്പെടണം. ഞാൻ എന്തിനാ ഈ കാര്യം ഇങ്ങനെ പറയുന്നേ? ഇന്ന് അനേകരും പറയുന്നത് എന്നാന്നറിയാവോ? ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്, നേടുന്നതിലൊക്കെ ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ മുടങ്ങാതെ ദൈവവചനം വായിക്കുന്നുണ്ട്, ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ സൽപ്രവർത്തികൾ മാത്രം ചെയ്യുന്ന ഒരാളാണ്, സ്കറിയ സാറിനെ പോലെ ഞാൻ മോശമായതൊന്നും ചെയ്യാറില്ല. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നല്ല കാര്യം. നിങ്ങൾക്ക് അങ്ങനെ ഒരു മതിപ്പ് നിങ്ങളെ കുറിച്ചുണ്ടെങ്കിൽ അത് നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകാൻ സൽപ്രവർത്തികൾ മതിയായിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയും, സ്വർഗത്തിൽ പോകാൻ സൽപ്രവർത്തികൾ മതിയായിരുന്നെങ്കിൽ യേശുക്രിസ്തു പാടുപെട്ട് ഈ ഭൂമിയിലേക്ക് വരേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? യേശുക്രിസ്തു കുരിശിൽ മരിക്കേണ്ട കാര്യമുണ്ടോ? യേശുക്രിസ്തു ഈ അടിയെല്ലാം കൊള്ളേണ്ട കാര്യമുണ്ടോ? നമ്മൾ സൽപ്രവർത്തികളൊക്കെ ചെയ്ത് അങ്ങ് സ്വർഗത്തിലേക്ക് ചെന്നാ പോരായിരുന്നോ? സൽപ്രവർത്തികൾ കൊണ്ട് ആരും സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങളൊരു വാക്യം എഴുതി വെച്ചോ, എടുത്ത് വായിക്കണം എന്നില്ല. യെശയ്യാ പ്രവചനം 64-ാം അധ്യായം 6-ാം വാക്യം. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? ഞങ്ങളുടെ സൽപ്രവർത്തികൾ ദൈവമുമ്പാകെ കറപുരണ്ട തുണി പോലെ അത്രേ. സൽപ്രവർത്തികൾ മോശമായ പ്രവർത്തികളല്ല. മോശമായ പ്രവർത്തികളാണ് കറപുരണ്ട തുണി പോലെ അത്രയെന്ന് പറഞ്ഞെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായി. എന്നാൽ മോശമായ പ്രവർത്തികളല്ല, സൽപ്രവർത്തികൾ. നമ്മുടെ സൽപ്രവർത്തികൾ ദൈവമുൻപാകെ കറപുരണ്ട തുണി പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പ്രവർത്തിച്ച് ആർക്ക് രക്ഷപ്പെടാൻ പറ്റും? പറഞ്ഞേ. പ്രവർത്തിച്ച് ആർക്ക് രക്ഷപ്പെടാൻ പറ്റും? ആർക്കും പറ്റത്തില്ല. കൊർന്നല്യോസിന് പറ്റില്ലെങ്കിൽ നമുക്ക് ആർക്കും പറ്റത്തില്ല. ഞാൻ സ്കറിയ സാറിനോട് അങ്ങനെ തന്നെ പറഞ്ഞു, സാറ് നല്ലൊരു മനുഷ്യനാണ്,
എനിക്ക് സാറിനെ കുറിച്ച് വളരെ അഭിമാനമുണ്ട്. പക്ഷെ സാറൊരു കാര്യം മനസ്സിലാക്കണം, കൊർന്നല്യോസ് പോലും, ഇത്രയും ഗുണങ്ങളുള്ള കൊർന്നല്യോസ് പോലും മരിച്ചാൽ സ്വർഗത്തിൽ പോകില്ലെങ്കിൽ സ്കറിയാസാറും മരിച്ചാൽ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം പുള്ളി അംഗീകരിച്ചൊന്നുമില്ല. എങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ ആ വീട്ടിൽ നിന്ന് പോകും. ഞാൻ എന്തിനാ ഇത്രയും കാര്യം നിങ്ങളോട് പറഞ്ഞേ? ഞാൻ എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം? പറഞ്ഞേ, ഞാൻ എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം? ഒന്ന്, ഞാൻ പാപിയായതുകൊണ്ടും എന്റെ സൽപ്രവർത്തികൾ എന്നെ രക്ഷിക്കാത്തത് കൊണ്ടും ഞാൻ രക്ഷിക്കപ്പെട്ടേ മതിയാകും. അപ്പൊ ആർക്കൊക്കെ രക്ഷ ആവശ്യമുണ്ട്? ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ. രക്ഷ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, കാലം തികഞ്ഞു, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മാനസാന്തരം ആവശ്യമില്ലാത്ത ഒരാൾ പോലും ഈ ലോകത്തിലില്ല. എല്ലാവർക്കും മാനസാന്തരം ആവശ്യം, എല്ലാവർക്കും രക്ഷ ആവശ്യം, എല്ലാവർക്കും വീണ്ടും ജനനം ആവശ്യം, എല്ലാവർക്കും മാനസാന്തരം ആവശ്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നാം എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം? ഉത്തരം നമുക്ക് കിട്ടി. ഒന്ന്, പാപിയായതുകൊണ്ടും. രണ്ട്, നമ്മുടെ സൽപ്രവർത്തികൾക്ക് നമ്മെ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടും നാം രക്ഷിക്കപ്പെടണം. നമ്മുടെ സൽപ്രവർത്തികൾ ഒന്നില്ലാത്ത പൂജ്യങ്ങൾ പോലെ മാത്രമാണ് ഇരിക്കുന്നത്. ഒന്നില്ലാത്ത പൂജ്യങ്ങൾക്ക് ഒരു വിലയും ഇല്ലാത്തതുപോലെ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരാത്ത സൽപ്രവർത്തികൾ വട്ടപൂജ്യത്തിന് സമമാണ്, വട്ടപൂജ്യത്തിന് തുല്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് അടുത്ത ചോദ്യം? അടുത്ത ചോദ്യം എന്താണ്? എന്നെ രക്ഷിപ്പാൻ ആർക്ക് കഴിയും? അത് ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. ക്രിസ്തു യേശു. ആ വാക്യം ഒന്നുകൂടെ വായിച്ച മോളെ. ക്രിസ്തു യേശു. വായിച്ച 1 തിമോത്തിയോസ് 1:15. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നെ ആർക്ക് രക്ഷിപ്പാൻ കഴിയും? ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിന് പല ഉത്തരങ്ങളില്ല. പൗലോസ്ലീഹ പറയുകയാണ്, ഒറ്റ ഉത്തരം, ക്രിസ്തു യേശു. എന്നെ രക്ഷിപ്പാൻ ഒരൊറ്റ ആൾക്കേ കഴിയുള്ളൂ, ക്രിസ്തു യേശു. പത്രോസിന്റെ ഒരു പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ കിടക്കുന്നുണ്ട്. ആ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോസ്തലപ്രവൃത്തി 4:12 നമ്മൾ വായിക്കുന്ന എന്താണ്? മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഒറ്റ ഒരു നാമം, യേശുക്രിസ്തു അല്ലാതെ രക്ഷ പ്രാപിപ്പാൻ വേറൊരു നാമമില്ല. ഞാനിത് പറയുമ്പോ പണ്ട് നടന്ന ഒരു സംഭവം എന്റെ ശ്രദ്ധയിലേക്ക് വരുവാണ്. ഞങ്ങൾ ഈ ആശുപത്രികളിൽ സുവിശേഷ വേല ചെയ്യാനായിട്ട് പോകാറുണ്ട്. ഇവിടെ പിറവത്ത് ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട്. അവിടെ ഒരിക്കൽ സുവിശേഷ വേലയ്ക്കായിട്ട് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുക. ഞങ്ങൾ അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് നിന്നിട്ട് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവാണ് ഏക രക്ഷിതാവ്, വേറെ ഒരു രക്ഷിതാവില്ല, യേശുക്രിസ്തുവാണ് ഏക രക്ഷിതാവ് എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ കിടക്കുമായിരുന്നു. അവിടെ കിടന്ന ആള് ചാടി എഴുന്നേറ്റു. എന്നാ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. എന്നാ ഇപ്പൊ പറഞ്ഞേ? യേശുക്രിസ്തു ഏക രക്ഷിതാവും. ഇതാ നിങ്ങൾ ഈ അടി കൊള്ളണത്. ഞങ്ങളുടെ ആളുകളിൽ നിങ്ങൾ ഈ അടി കൊള്ളണതിന്റെ കാര്യം ഇത് തന്നെയാണ്. എന്റെ പാസ്റ്ററെ അദ്ദേഹം പറഞ്ഞു,
യേശുക്രിസ്തുവാണ് ക്രിസ്ത്യാനികളുടെ രക്ഷിതാവെന്ന് പറഞ്ഞു, അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ യേശുക്രിസ്തുവാണ് പെന്തക്കോസ്തുകാരുടെ രക്ഷിതാവെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. യേശുക്രിസ്തുവാണ് ബ്രദറുകാരുടെ രക്ഷിതാവെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. യേശുക്രിസ്തുവാണ് എല്ലാവരുടെയും രക്ഷിതാവെന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു. എന്തിനാന്ന് ചോദിച്ചു. ഞാൻ ഒരു നിമിഷത്തേക്ക് മിണ്ടിയില്ല. ഞാനൊരു ഒരു നിമിഷം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് 4 ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ 4 ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം നിങ്ങൾ തന്നാൽ ഇനി മേലാൽ ഞാൻ എന്തു പറയില്ല, യേശുക്രിസ്തുവാണ് ഏക രക്ഷാമാർഗം എന്ന് ഞാൻ പറയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചോദിച്ചോളാം. ഞാൻ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് പിറന്നതിൽ യേശുക്രിസ്തു ഒഴികെ പാപമില്ലാത്ത ഒരാളുടെ പേര് പറയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞ ചോദ്യം കേട്ടില്ലേ? ഞാൻ ചോദ്യം ഒന്നുകൂടെ പറയാം. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു ഒഴികെ ഈ ലോകത്തിൽ പാപമില്ലാത്ത വേറൊരാളുടെ പേര് പറയാമോ എന്ന് ചോദിച്ചു. ആരെങ്കിലും ഉണ്ടോ? സഹോദരിമാരെന്ത് പറയുന്നു? ആരുമില്ല. ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ പേര് പറയാൻ? അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ചോദിച്ചോളാൻ പറഞ്ഞു. പാപികൾക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തു അല്ലാതെ വേറൊരാളുണ്ടോ? അതിന് ഉത്തരവില്ല. ഉണ്ടായിട്ട് വേണ്ടേ ഉത്തരം ഉണ്ടാവാൻ. മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു അല്ലാതെ വേറൊരാളുണ്ടോ? ഉണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല. അതിനും ഉത്തരവില്ല. നാലാമതൊരു ചോദ്യം കൂടെ ചോദിച്ചു. വീണ്ടും വരാമെന്ന് പറഞ്ഞു പോയ യേശുക്രിസ്തു അല്ലാതെ ഒരാളുണ്ടോ? അതിന് ഉത്തരവൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉത്തരവൊന്നും പറയണ്ട, കാരണം ഉത്തരവില്ല. ഉത്തരം ഉണ്ടായിട്ട് വേണ്ടേ പറയാൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ യേശുക്രിസ്തുവാണ് ഏക രക്ഷിതാവെന്ന് ഞാൻ പറയാനുള്ള കാരണം? അതിനും അദ്ദേഹം ഉത്തരവൊന്നും പറഞ്ഞില്ല. പുള്ളി അവിടെ ഞങ്ങൾ കിടന്നു. ഞാനൊരു കടലാസ് വായിക്കാൻ കൊടുത്ത് ഞങ്ങൾ അടുത്ത ബെഡിലേക്ക്. എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷാമാർഗം എന്ന് പറയാനുള്ള കാരണം വേറെ ആരെക്കുറിച്ചും പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ? ആണോ? സഹോദരിമാരെന്ത് പറയുന്നു? വേറെ ആരെക്കുറിച്ചും പ്രസംഗിക്കാൻ അറിയാൻ പാടില്ല, എന്നാ പിന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങ് പ്രസംഗിച്ചേക്കാം. അല്ല, ഒരിക്കലും അല്ല. വേറെ ആരെക്കുറിച്ച് വേണമെങ്കിലും 10 വാക്ക് പറയാൻ ഞങ്ങൾക്ക് കഴിയും. മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയണോ? സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയണോ? നെപ്പോളിയനെ കുറിച്ച് പറയണോ? അലക്സാണ്ടറിനെ കുറിച്ച് പറയണോ? അവരെ കുറിച്ചൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അവരെ കുറിച്ച് ആരെ കുറിച്ച് പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. കാരണം അവരാരും പാപത്തിന് പരിഹാരം വരുത്തിയിട്ടില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിലെ കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു അല്ലാതെ വേറൊരു വ്യക്തി ഇതപര്യന്തം ലോകത്തിലുണ്ടായിട്ട്. പിന്നെ എങ്ങനെയാ വേറൊരാളെ കുറിച്ച് പ്രസംഗിക്കുന്നത്? വേറൊരാളെ കുറിച്ച് പ്രസംഗിച്ചിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനം. അതുകൊണ്ട് യേശുക്രിസ്തുവാണ് ഏക രക്ഷാമാർഗം. യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, യേശുക്രിസ്തു പാപമില്ലാത്ത പരിശുദ്ധനാണ്. നമുക്കറിയാം, ഗബ്രിയേൽ മാലാഖ മറിയോട് പറയുന്ന വാക്കുകൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിലുണ്ട്. വേണമെങ്കിൽ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം ഒന്ന് വായിച്ചു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും,
അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഗബ്രിയേൽ മാലാഖ യേശുവിന്റെ അമ്മ മറിയോട് പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ഉത്ഭവ പാപമില്ലാത്ത ഒറ്റയാളെ ഈ ലോകത്തിൽ വന്നിട്ടുള്ളൂ. എന്താ ഷാജി പാസ്റ്ററെ? ഉത്ഭവ പാപമില്ലാത്ത ഒരേ ഒരാളെ ലോകത്തിൽ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ കുറിച്ച് ദാവീദ് പറയുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ്. 51 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ ദാവീദ് പറയുന്നത് എങ്ങനെയാണ്? ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന സകലമായ ആളുകളും പാപത്തിൽ ജനിച്ചവരാണ്, അകൃത്യത്തിൽ ഉരുവായവരാണ്. എന്നാൽ ഈ ലോകത്തിൽ ജനിച്ചതിൽ ഒരേ ഒരാൾ, ഉത്ഭവ പാപമില്ലാത്ത, പാപി അല്ലാത്ത, ഉത്ഭവ പാപമില്ലാത്ത, പാപത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരൊറ്റയാളേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള കാരണം യേശുക്രിസ്തുവാണ് പ്രസംഗിക്കാൻ കൊള്ളാകുന്ന യോഗ്യനായ പുരുഷൻ. ഇനി നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ പാപമില്ലായ്മയെ കുറിച്ച് പറഞ്ഞ പലരുണ്ട്. പൗലോസ് പറഞ്ഞു അവൻ പാപം അറിയാത്തവനാണ്. പത്രോസ് പറഞ്ഞു അവൻ പാപം ചെയ്യാത്തവനാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു അവനിൽ പാപമില്ല. മനസ്സ വാച കർമ്മണ എന്ന് പറയുന്നത് പോലെ പാപം ചെയ്യാത്ത, പാപം അറിയാത്ത, പാപം ഇല്ല. ഇനി യേശുക്രിസ്തു തന്റെ ശത്രുക്കളോട് ചോദിച്ചു, നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? യേശുക്രിസ്തുവിന്റെ ശരിയായ ചോദ്യത്തിന് മതിയായ ഉത്തരം കൊടുക്കാൻ കഴിയാതെ തന്റെ ശത്രുക്കൾ മുഴുവനും ഇതി കർത്തവ്യത മൂഢരായി നോക്കി നിൽക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഞാനല്ലാതെ ആരും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നു. പാപമില്ലാത്ത ഏക പരിശുദ്ധൻ. ബാക്കിയുള്ളവരെല്ലാം പാപത്തിന്റെ കാര്യത്തിൽ സമന്മാരായിരിക്കുമ്പോൾ പാപമില്ലാത്ത പരിശുദ്ധൻ. വേണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം കൂടെ വായിച്ചാൽ അവിടെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയും. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചോ. വെളിപ്പാട് 15-4. കർത്താവേ, നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. എത്ര പരിശുദ്ധനുണ്ട്? ഇന്ന് ക്രൈസ്തവര് പലരെയും പരിശുദ്ധന്മാരാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. പരിശുദ്ധ പിതാവേ, തമ്പുരാന്റെ അമ്മേ, പരിശുദ്ധ മാതാവേ, തമ്പുരാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, പരിശുദ്ധൻ അല്ലെങ്കിൽ പരിശുദ്ധ എന്ന് പറയാൻ ഒറ്റ ഒരാളേ ഉള്ളൂ. അത് യേശുക്രിസ്തുവാണ്. അതാണ് നാം ഇപ്പൊ വായിച്ചത്. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. പല പരിശുദ്ധനില്ല, ഒറ്റ പരിശുദ്ധനേ ഉള്ളൂ. എന്താ ഈ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാം? പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ലാഞ്ചന പോലുമില്ലാത്ത, പാപത്തിന്റെ ഒരു കണിക പോലുമില്ലാത്ത പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു പാപമില്ലാത്ത പരിശുദ്ധനാണ്. അവനാണ് നമ്മുടെ ഏകരക്ഷ. അപ്പോൾ ഒന്ന്, അവൻ പാപമില്ലാത്തവനാണ്. 2, പാപികൾക്ക് വേണ്ടി മരിച്ചവനാണ്. ഞാൻ ചോദിക്കട്ടെ, പാപികൾക്ക് വേണ്ടി മരിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? പാപികൾക്ക് വേണ്ടി മരിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ആരും മരിച്ചിട്ടില്ല. ഒരൊറ്റയാൾ മാത്രമേ പാപികൾക്ക് വേണ്ടി മരിച്ചിട്ടുള്ളൂ. യേശുക്രിസ്തുവിന്റെ മരണം ചില ആളുകൾ വിചാരിക്കുന്നത് രക്തസാക്ഷി മരണമായിരുന്നു എന്നാണ്. യേശുക്രിസ്തുവിന്റെ മരണം ഒരു അപകട മരണമായിരുന്നു, ഒരു ബലഹീന മരണമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരു നല്ല മനുഷ്യനായിരുന്നു യേശുക്രിസ്തു. ചിലർ പറയേ ഒരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ യേശുക്രിസ്തു. എന്നാ ചെയ്യാം, നല്ലവർക്കൊക്കെ ആയുസ് കുറവാണെന്ന ചരിത്രം പഠിപ്പിക്കുന്നത്. നല്ല ഒരു മനുഷ്യനാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കുറിച്ച് ആരും വിലപിക്കണ്ട കേട്ടോ. കർത്താവിന്റെ പുറകെ വിലപിച്ചുകൊണ്ട് വന്ന ആളുകളെ കുറിച്ച് കർത്താവ് എന്നാ പറഞ്ഞ്, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീന്ന യേശു. ആരും കർത്താവിനെ ഓർത്ത് വിലപിക്കണ്ട കേട്ടോ. ആരും കർത്താവിനെ ഓർത്ത് ദുഃഖിക്കുകയും വേണ്ട. കർത്താവ് മരിച്ചത്, പറഞ്ഞേ, കർത്താവ് മരിച്ചത് എനിക്കും നിങ്ങൾക്കും പകരമായി. അതൊരു പ്രതിപകര മരണമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്താണ്, ഒരു പ്രതിപകര മരണമാണ്, അല്ലെങ്കിൽ ഒരു പ്രായശ്ചിത്ത മരണമാണ്, അതും അല്ലെങ്കിൽ ഒരു പ്രാതിനിധ്യ മരണമാണ്. യേശുക്രിസ്തുവിന്റെ മരണം ഒരു പ്രതിപകര മരണമാണ്. എന്താ പ്രതിപകര മരണം എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് എനിക്കും നിങ്ങൾക്കും പകരമായി യേശുക്രിസ്തു മരിച്ചു. അതിന്റെ അർത്ഥം അപ്പൊ എന്തായിരിക്കും? നാം ഇനി മരിക്കേണ്ട ആവശ്യം ഇല്ല. ഒരേ കാര്യത്തിന് മരിക്കേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സത്യമാണെങ്കിൽ നമ്മൾ മരിക്കേണ്ട ആവശ്യമില്ല. ആ സത്യം നമ്മൾ വിശ്വസിച്ച് അംഗീകരിച്ചാൽ മാത്രം മതി. കർത്താവായ യേശുവേ, അങ്ങ് മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ കേട്ടു. എന്റെ പാപത്തിന്റെ ശിക്ഷയാണ് അങ്ങ് കുരിശിൽ മരിക്കാനായിട്ട് കാരണമായി തീർന്നത്. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു. എനിക്ക് അവിടുത്തെ മകനായി തീരണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് അവിടുത്തെ മകളായി തീരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ രക്ഷിക്കണേ. ഇത്രയും മാത്രം പറഞ്ഞു. സൗജന്യമായി 10 പൈസ പോലും മുടക്കാതെ, അരമൈല് പോലും നടക്കാതെ, ഒരു കായക്ലേശവുമില്ലാതെ നിങ്ങളായിരിക്കുന്ന ആ ഇരിപ്പിടത്തിൽ രക്ഷ ഒരു വെളിപ്പാടകലെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും മാത്രം പറഞ്ഞാൽ, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചെന്ന് ഞാനത് വിശ്വസിക്കുന്നു. എന്റെ പാപം എന്നോട് ക്ഷമിക്കണം, എന്നെ അവിടുത്തെ മകളായി സ്വീകരിക്കണം, എന്നെ അവിടുത്തെ മകനായി സ്വീകരിക്കണം. എന്റെ കർത്താവും എന്റെ രക്ഷകനുമായി ഞാൻ അങ്ങയെ സ്വീകരിക്കും. ഞാൻ ഓർക്കുന്നു, ഇന്ന് എനിക്ക് 61 വയസ്സുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 51 വർഷം മുമ്പ് എന്റെ 10ാമത്തെ വയസ്സ്, എന്റെ സ്വദേശമായ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് വാളകം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം, ഒരു കൊച്ചു സൺഡേ സ്കൂളിൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പാപിയാണെന്നും യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിനാൽ എന്റെ പാപത്തിന് പരിഹാരം വന്നു എന്നും കേൾക്കാനും അത് വിശ്വസിക്കാനും എനിക്ക് ഭാഗ്യമുണ്ട്. അന്നു മുതൽ ഞാൻ ഇങ്ങനെ പാടാൻ തുടങ്ങി, ഭാഗ്യനാൾ ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു നാൾ നിങ്ങൾക്കുണ്ടോ? മകളെ, അങ്ങനെ ഒരു നാൾ ഉണ്ടായിട്ടുണ്ടോ? മകനെ, അങ്ങനെ ഒരു നാൾ ഉണ്ടായിട്ടുണ്ടോ? എന്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും അവരോടുള്ള എന്റെ ചോദ്യം, അങ്ങനെ ഒരു നാൾ ഉണ്ടായിട്ടുണ്ടോ? ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. അങ്ങനെ ഒരു നാൾ ഉണ്ടായിട്ടില്ലെങ്കിൽ എത്രയും വേഗം ഉണ്ടാകണം. കാരണം മരണം എപ്പോ വേണമെങ്കിലും വരാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. മരണം എപ്പോ വേണമെങ്കിലും വരാം. അതുകൊണ്ട് മരണം വരുന്നതിന് മുമ്പ് ഈ രക്ഷ സ്വായത്തമാക്കേണ്ടതായിട്ട്, 1, യേശുക്രിസ്തു പാപമില്ലാത്തവൻ. 2, യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ച. 3, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റം. ഞാൻ ചോദിക്കട്ടെ, ലോക ചരിത്രത്തിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ലോക ചരിത്രത്തിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു അല്ലാതെ വേറൊരു വ്യക്തിയില്ല. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഒരു പേരാണല്ലോ വില്യം ഷേക്സ്പിയർ. ഇംഗ്ലീഷ് നാടകകൃത്താണ്. അദ്ദേഹം എഴുതിയ പല നാടകങ്ങളും, മാക്ബത്ത് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു നാടകമാണ്. അങ്ങനെ പല നാടകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. BSc പഠിക്കുമ്പോൾ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന ഒരു നാടകം പഠിച്ചത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അങ്ങനെ അനേക നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ മുടിചൂടാ മന്നനാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ ഷേക്സ്പിയറിന്റെ കല്ലറ ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്ന് പറയുന്ന ശവക്കോട്ടയിൽ ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടത്. ഈ വില്യം ഷേക്സ്പിയറിന്റെ കല്ലറയുടെ വാതിൽക്കൽ ഇങ്ങനൊരു വാചകം ഇംഗ്ലീഷിൽ കൊത്തിവെച്ചിട്ടുണ്ട്. എന്നാന്നറിയാമോ?
ഹിയർ മിസ്റ്റർ വില്യം ഷേക്സ്പിയർ. ഹിയർ ലൈസ് മിസ്റ്റർ വില്യം ഷേക്സ്പിയർ, ദ ക്രൗൺ ഓഫ് ഇംഗ്ലീഷ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ കിരീടമായ വില്യം ഷേക്സ്പിയർ ദാ ഇവിടെ കിടപ്പുണ്ടെന്നാണ് ആ കല്ലറ പറയുന്നത്. ഇനി നിങ്ങൾക്ക് എങ്ങാനും സൗകര്യം കിട്ടുവാണെങ്കിൽ ഫ്രാൻസിൽ പോണം. ഫ്രാൻസിൽ ജീവിച്ചിരുന്ന അഖില ലോക അംഗീകാരയോഗ്യനായ നാസ്തികനാണ് വോൾട്ടയർ. ഈ വോൾട്ടയറിന്റെ കല്ലറ നിങ്ങൾക്ക് അവിടെ കാണാൻ. വോൾട്ടയറിന്റെ കല്ലറയുടെ വാതിൽക്കൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹിയർ ലൈസ് മിസ്റ്റർ വോൾട്ടയർ, ദ ഗ്ലോറി ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ മഹത്വമായ, ഫ്രാൻസിന്റെ തേജസ്സായ വോൾട്ടയർ ഇവിടെ കിടക്കുന്നുണ്ടെന്ന് ആ കല്ലറ പറയും. ഇനി നിങ്ങൾ ഓൾഡ് ഡൽഹിയിലേക്ക് എന്നാൽ മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങിയ അനേക മഹാരഥന്മാരുടെ കല്ലറകൾ നിങ്ങൾക്ക് കാണും. ആ കല്ലറയൊക്കെ പറയുന്നത് എന്നാണെന്നറിയാമോ? അവരെല്ലാം ഇവിടെ ഉണ്ടെന്ന്. ശിവഗിരി ചെന്നാൽ ശ്രീനാരായണ ഗുരുവിന്റെ കല്ലറ കാണാം. അമേരിക്കയിൽ ചെന്നാൽ ജോൺ എഫ് കെന്നഡിയുടെ കല്ലറ കാണാം. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കന്റെ കല്ലറ കാണാം. ഈ കല്ലറകളെല്ലാം പറയുന്നത് അവരൊക്കെ ഇവിടെ ഉണ്ടെന്ന്. എന്നാൽ ഷാജി പാസ്റ്ററെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഒരു കല്ലറ പറയുന്നത് അവൻ ഇവിടെ ഇല്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഏത് കല്ലറയാണെന്ന് പറയുന്നത്? യേശു ക്രിസ്തുവിന്റെ കല്ലറ. അരിമത്തിയിലെ യോസേഫിന്റെ വക ഒരു കല്ലറയുണ്ട് യെരുശലേം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടരികിൽ. ആ കല്ലറ പറയുന്നത് അവൻ ഇവിടെ ഇല്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. രാജീവ് ഗാന്ധി ഉറങ്ങുന്നു, മഹാത്മാഗാന്ധി ഉറങ്ങുന്നു, ഇന്ദിരാഗാന്ധി ഉറങ്ങുന്നു, ജോൺ എഫ് കെന്നഡി ഉറങ്ങുന്നു, എബ്രഹാം ലിങ്കൺ ഉറങ്ങുന്നു. എന്നാൽ ഒരാൾ മാത്രം ഉയർത്തെഴുന്നേറ്റു. ആരാണ്? യേശു ക്രിസ്തു. അവന്റെ കല്ലറയ്ക്ക് അവനെ പിടിച്ചു വെക്കാനായിട്ട് സാധിച്ചില്ല. യേശു ക്രിസ്തു മാത്രം മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നാം എന്തുകൊണ്ടാ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത്? നാം എന്തുകൊണ്ടാ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? ഒന്ന്, യേശു ക്രിസ്തു പാപമില്ലാത്തവൻ. രണ്ട്, യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. മൂന്ന്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇനി നാല്, യേശു ക്രിസ്തു വീണ്ടും വരാമെന്ന് പറഞ്ഞു പോയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, വീണ്ടും വരാമെന്ന് പറഞ്ഞ ആരെങ്കിലും പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ വീണ്ടും വരാമെന്ന് പറഞ്ഞു പോയ ഒരേ ഒരാള് യേശു ക്രിസ്തു മാത്രമാണ്. അവന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ഈ യോഗം കഴിയുന്നതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തു വന്നു എന്ന് വരാം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടു, യേശു ക്രിസ്തുവിന്റെ വരവിനോടനുബന്ധിച്ച് ഏതാണ്ട് 158 അടയാളങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 158 അടയാളങ്ങളും നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? യേശു ക്രിസ്തു ഇനി എപ്പോ വേണേലും വരാം, എപ്പോ വേണേലും വരാം. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതുപോലെ, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് അടുക്കെ വാതിൽക്കലായിരിക്കും. എന്തിനാ കർത്താവ് വീണ്ടും വരുന്നത്?
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശുക്രിസ്തു എന്തിനാണ് രണ്ടാമത് വരാൻ പോകുന്നത്? തന്റെ അടുക്കൽ നമ്മെ ചേർക്കാനാണ് രണ്ടാമത് വരാൻ. ഞാൻ ചോദിക്കട്ടെ, ആ രണ്ടാം വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒന്നാം വരവിന് വേണ്ടി നാം ഒരുങ്ങി, പലരും ഒരുങ്ങി. ഒന്നാം വരവ് നമുക്ക് അർത്ഥവത്തായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ വരവ് അർത്ഥവത്തായി തീർന്നു. എന്നാൽ രണ്ടാമത്തെ വരവിന് വേണ്ടി എത്ര പേരൊരുങ്ങിയിട്ടു? ഇന്ന് രാത്രി അതിനുള്ള സമയമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. 4 കാരണങ്ങൾ. 1, യേശുക്രിസ്തു പാപമില്ലാത്ത പരിശുദ്ധ. 2, യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചവൻ. 3, യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. 4, യേശുക്രിസ്തു വീണ്ടും വരാമെന്ന് പറഞ്ഞു പോയ. നമ്മുടെ വിഷയം ഇപ്പൊ എവിടം വരെ ആയി എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 2 കാര്യങ്ങൾ അപ്പൊ നമ്മൾ ചിന്തിച്ചത്. 1, ഞാൻ എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം? എന്നാ എന്റെ ഉത്തരം? ഞാൻ പാപിയായതുകൊണ്ടും എന്റെ സൽപ്രവർത്തികൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടും ഞാൻ രക്ഷിക്കപ്പെടും. 2-ാമത്തെ ചോദ്യം, എന്നെ ആർക്ക് രക്ഷിപ്പാൻ കഴിയും? അശേഷം സംശയത്തിന് ഇട കൊടുക്കാതെ പൗലോസ് പറയാണ്, ക്രിസ്തു യേശു. അതിനുള്ള 4 കാരണങ്ങൾ നാം ചിന്തിച്ചു. ഇനി അടുത്ത ചോദ്യം എന്നാ? രക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 15-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. വിശ്വാസ്യവും, ശ്രദ്ധിക്കണേ, വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ? വിശ്വസിച്ച് അംഗീകരിക്കുക. രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടാൻ മല കയറണ്ട, രക്ഷിക്കപ്പെടാൻ നദിയിൽ മുങ്ങണ്ട, രക്ഷിക്കപ്പെടാൻ ഒരു കായക്ലേശവും വേണ്ട. രക്ഷിക്കപ്പെടാൻ ആകെ ഇത് ചെയ്താൽ മതി, വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അതാണ് ഇപ്പൊ മോള് വായിച്ചത്. വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. ഞാൻ പറഞ്ഞല്ലോ, 3 ചോദ്യങ്ങളുടെ ഉത്തരം ആ വാക്യത്തിൽ തന്നെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ വിശ്വസിക്കുക എന്ന് പറഞ്ഞത്? എന്താ വിശ്വസിക്കുക എന്ന് പറഞ്ഞത്? ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പനി വന്നു എന്ന് വിചാരിക്കും. പനി വന്നു. പനിക്ക് പറ്റിയ ഗുളിക എന്ന് പറയുന്നത് പാരസെറ്റാമോൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാരസെറ്റാമോൾ കഴിച്ചാൽ പനി മാറും. ഞാൻ ചോദിക്കട്ടെ, പാരസെറ്റാമോൾ കഴിച്ചാൽ പനി മാറുമെന്നുള്ള അറിവ് എന്റെ പനിയെ മാറ്റുമോ? പറഞ്ഞേ, പാരസെറ്റാമോൾ കഴിച്ചാൽ പനി മാറുമെന്നുള്ള എന്റെ അറിവ് എന്റെ പനി മാറ്റുമോ? വേണ്ട, ഞാൻ വേറൊന്നില്ലേ പറയും. ഒരു ദിവസം എനിക്ക് പനി വന്നപ്പോ വീട്ടിൽ പാരസെറ്റാമോൾ ഇല്ല. ഞാനൊരു കടലാസ് എടുത്തിട്ട് അതിലേക്ക് പാരസെറ്റാമോൾ എന്നങ്ങ് എഴുതി. 2 പ്രാവശ്യം നോക്കി, പാരസെറ്റാമോൾ എന്ന് തന്നെയല്ലേ എഴുതിയേക്കണേ? ആ ശരിയാ, അങ്ങനെ തന്നെ എഴുതി. ഞാനത് ചുരുട്ടി കൂട്ടി വായിലേക്ക് ഇട്ടേ ചിലപ്പം വെള്ളം. പനി മാറുമോ? എന്താ അഭിപ്രായം? മാറത്തില്ല. പനി മാറണമെങ്കിൽ പാരസെറ്റാമോൾ തന്നെ കഴിക്കണം. പാരസെറ്റാമോൾ എന്ന് എഴുതിയ കടലാസ് കഴിച്ചാൽ പോരാ. പാരസെറ്റാമോൾ കഴിച്ചാൽ പനി മാറുമെന്നുള്ള അറിവ് പോരാ, പാരസെറ്റാമോൾ തന്നെ കഴിക്കണം. ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ഏക രക്ഷിതാവെന്നുള്ള അറിവാരെയും രക്ഷിക്കുന്നില്ല. അല്ല, യേശുക്രിസ്തു എന്തിനാ ഭൂമിയിൽ വന്ന്? അയ്യോ, പാപികളെ രക്ഷിക്കാൻ. എന്നിട്ട് യേശുക്രിസ്തു എന്താ ചെയ്തേ? അയ്യോ, കുരിശിൽ മരിച്ചു. എന്നിട്ട് യേശുക്രിസ്തു എന്താ ചെയ്തേ? ആ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് യേശുക്രിസ്തു എന്താ ചെയ്തേ? താൻ മടങ്ങി സ്വർഗത്തിലേക്ക് പോയി. പിന്നെ യേശുക്രിസ്തു എന്താ ചെയ്യാൻ പോണേ? 2ാമത് വരും. എല്ലാം അറിയാം.
എല്ലാം അറിയാം. പക്ഷേ ഇന്നുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. കൊയ്ത്ത് കഴിഞ്ഞു. ആശ്രയ വാക്യം എങ്ങനെയാ? കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടുകൂടെയാണ് ഞാനിത് പറയുന്നത്. ഇന്ന് രാത്രിയിലെ ഈ സന്ദേശത്തിന്റെ ഫലമായി ഒരാളെങ്കിലും രക്ഷിക്കപ്പെട്ടെങ്കിലും ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല. അങ്ങനെ വരാനായിട്ട് ഇടയാകരുത്. ഇന്ന് രാത്രി വരെയും രക്ഷ അനുഭവവേദ്യമാക്കാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ രാത്രിയാണ്. എങ്ങനെയാ വാക്യം? ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷ. രക്ഷ എന്ന് പറയുന്നത് ഒരു തോന്നലല്ല. ഇപ്പൊ എന്നോട് ആരെങ്കിലും ചോദിക്കും, വിവാഹം കഴിച്ചതാണോ? അങ്ങനെയൊക്കെയാ ഞാൻ വിചാരിക്കണേ. അങ്ങനെയൊക്കെയാ ഞാൻ വിചാരിക്കണം. അങ്ങനെ ഞാൻ പറയൂ? പറയും. അല്ലെങ്കിൽ എന്റെ ഭാര്യയോട് ചോദിക്കുക, ആലീസെ വിവാഹം കഴിച്ചതാണോ? എന്നൊക്കെയാ വിചാരിക്കണേ. അങ്ങനെയല്ല. വിവാഹം കഴിച്ചതാണെങ്കിൽ വിവാഹം കഴിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടെങ്കിൽ ചോറുണ്ടു. ഇന്ന് കുളിച്ചെങ്കിൽ കുളിച്ചു. യേശുക്രിസ്തു രക്ഷിതാവായി തീർന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെയാ തോന്നണേ. വേണ്ട കേട്ടോ, തോന്നണ്ട. തോന്നൽ അവസാനിപ്പിക്കണം. തോന്നാൻ പോയാൽ കുഴപ്പമാ. നമുക്കറിയാം, യേശുവിനെയും കൊണ്ട് മാതാപിതാക്കൾ എരുശലേമിൽ പോയി, അല്ലെ? എരുശലേമിൽ പോയി. ഉത്സവം കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ യേശു കൂടെ ഉണ്ടാകുമെന്ന് ഊഹിച്ച് യാത്ര ചെയ്തു. നിങ്ങൾക്ക് ആ സംഭവം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശു കൂടെ ഉണ്ടായിരുന്നോ? ഷാജി പാസ്റ്ററെ, യേശു കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. യേശു കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് യാത്ര ചെയ്തു. ഇന്ന് അനേക ക്രിസ്ത്യാനി ശ്രോതാക്കൾ അവരുടെ വിചാരം തെറ്റാൻ പോകുകയാണ്. യേശു കൂടെ ഉണ്ടെന്ന് ഊഹിച്ചല്ല യാത്ര ചെയ്യേണ്ടത്, ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം യാത്ര ചെയ്യാൻ. യേശു കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താതെ നീ യാത്ര ചെയ്യരുത്. യേശു കൂടെ ഉണ്ടെന്നുള്ള ഊഹം ചിലപ്പോ തെറ്റിപ്പോയെന്ന് വരാം. ഊഹമല്ല വേണ്ടത്, ഉറപ്പാണ്. വിശ്വാസം. എന്താണ് വിശ്വാസത്തിന്റെ നിർവചനം? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഞാൻ എന്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 3 ചോദ്യങ്ങൾ നാം ചിന്തിച്ചു. 1, ഞാൻ എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണം? 2, എന്നെ ആർക്ക് രക്ഷിപ്പാൻ കഴിയും? 3, രക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യും? 1-ാമത്തെ ചോദ്യത്തിന് നാം 2 ഉത്തരം കണ്ടു. ഞാൻ എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണമെന്ന് ചോദിച്ചാൽ, ഞാൻ പാപിയായതുകൊണ്ടും എന്റെ സൽപ്രവർത്തികൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടും ഞാൻ രക്ഷിക്കപ്പെടും. 2, എന്നെ ആർക്ക് രക്ഷിപ്പാൻ കഴിയും? യേശുക്രിസ്തു. അർത്ഥശങ്കയ്ക്ക് പോലും ഇടയില്ലാതെ പൗലോസ് പറയുകയാണ്, ക്രിസ്തു യേശു. 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. 1, യേശുക്രിസ്തു പാപമില്ലാത്ത പരിശുദ്ധൻ. 2, യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചവൻ. 3, യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. 4, യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് പറഞ്ഞു പോയവൻ. 4 ഉത്തരങ്ങൾ. ഇനി 3-ാമത്തെ ചോദ്യം എന്നാ?